റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നു, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം വാക്യം. ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഈ ഭൂമിയിലുള്ള ആർക്കും നമ്മുടെ എതിരെ നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ നമ്മളുടെ വഴിയിലൂടെ നടക്കുക തന്നെ ചെയ്യും. നമ്മൾ നമ്മളുടെ വഴിയിലൂടെ നടന്ന് നമ്മളുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. ആർക്കും അതിനെ തടുക്കാനായിട്ട് സാധിക്കത്തില്ല. മനുഷ്യർക്കോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഏതെങ്കിലും വസ്തുക്കൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തികൾക്കോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചാതീതമായ ശക്തികളായ പൈശാചികമായ തിന്മകൾക്കോ നമ്മളെ എതിർക്കാൻ സാധിക്കത്തില്ല. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും? ഇവയിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ എതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ, എതിരെ നിന്ന് നമുക്ക് ബന്ധനാവസ്ഥകൾ തീർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ദൈവം എൻ്റെ പക്ഷത്ത് ഇല്ല. ദൈവത്തിൽ നിന്ന് ഞാൻ മാറിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് ഞാൻ മാറിപ്പോയിരിക്കുന്നു. തിരികെ വരണം. ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് ഞാൻ തിരികെ വരുമ്പോൾ എനിക്കെല്ലാം വീണ്ടും സേഫായി മാറും. ആർക്കും എതിർക്കാനാവാത്ത വിധത്തിലുള്ള ഒരു യാത്ര നടത്താൻ, ആർക്കും എതിർക്കാനാവാത്ത വിധം മുന്നോട്ട് പോകാൻ, ലക്ഷ്യത്തിലെത്തിച്ചേരാൻ എനിക്ക് സാധിക്കും. സങ്കീർത്തകൻ്റെ പുസ്തകത്തിൽ 118-ാം സങ്കീർത്തനത്തിൻ്റെ 6ഉം 8ഉം വചനങ്ങളിലും ഇതേ വാക്കുകൾ തന്നെ പറയുന്നുണ്ട്. കർത്താവിൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. മനുഷ്യർക്കാർക്കും എനിക്കെതിരെ നിൽക്കാൻ സാധിക്കത്തില്ല. നമ്മളുടെ കുടുംബത്തിൽ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെയും കാരണക്കാരായി നമ്മൾ കണ്ടെത്തുന്ന നമ്മളുടെ കുടുംബാംഗങ്ങളെ ആയിരിക്കാം. ചിലപ്പോൾ നമ്മളുടെ ജോലി സ്ഥലങ്ങളിലുള്ളവരെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുമുള്ളവരെ ആയിരിക്കാം, നമ്മളുടെ ബന്ധുജനങ്ങളെ, അങ്ങനെ ചിലപ്പോൾ സഭയിലുള്ളവരെ. നമ്മളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെയും കാരണക്കാരായി നമ്മൾ മറ്റുള്ളവരെ കാണുന്നു. മനുഷ്യരെ നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രശ്നക്കാരായി, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായിട്ട് കാണും. അത് തെറ്റായ ധാരണയാണ്. മനുഷ്യർ നമുക്കെതിരെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ചല്ല നമ്മൾ പറയേണ്ടത്, ചിന്തിക്കണം. തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായ പോരായ്മകൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതെന്തുകൊണ്ട് എന്നെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വചനം പറയുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ പക്ഷത്തല്ലാത്തത് കൊണ്ടാണ്. ദൈവം എൻ്റെ പക്ഷത്താണെങ്കിൽ ആർക്കും എൻ്റെ എതിരെ നിൽക്കാൻ സാധിക്കുകയില്ല. ആകയാൽ നമുക്കൊറ്റ കാര്യം ഉറപ്പുവരുത്താം: ദൈവം എൻ്റെ പക്ഷത്താണ്. അല്ലെങ്കിൽ വേറെ കുറച്ചുകൂടി സത്യസന്ധമായി പറയുകയാണെങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്താണ്. നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്താണോ? ഈ ദിവസത്തിൽ എൻ്റെ ജീവിതം ദൈവത്തോട് പക്ഷം ചേർന്നിട്ടുള്ളതായിരുന്നു. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ താക്കോല് കിടക്കുന്നുണ്ട്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് ജീവിക്കാൻ സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.